വന്നതായ ജീവന്റെ ജീവൻ പോലെ കുറുകുന്ന വെൺപിറാവ് മധുചന്ദ്രരേഖ പോലെ ഹൃദയത്തിൽ വന്നതായ ജീവന്റെ ജീവൻ പോലെ കുറുകുന്ന വെൺപിറാവ് മലർമഞ്ഞത്തുള്ളി പോലെ മിഴികൾ നിറഞ്ഞോ പരിഭവം കേൾക്കും നേരം കാറ്റൊന്നു തേങ്ങിയോ മലർമഞ്ഞത്തുള്ളി പോലെ മിഴികൾ നിറഞ്ഞോ പരിഭവം കേൾക്കും നേരം കാറ്റൊന്നു തേങ്ങിയോ മധുചന്ദ്രരേഖ പോലും ഹൃദയത്തിൽ വന്നതായ ജീവന്റെ ജീവൻ പോലെ കുറുകുന്ന വെൺപിറാവ് ഹായ് ജോൺ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്ത്. താൻ ആരാ? തനിക്ക് എന്താ വേണ്ടേ? മൈ നെയിം ഈസ് ഏഞ്ചൽ. ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യു. എനിക്ക് തൻ്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ദാറ്റ് ലാസ്റ്റ് സോങ്. ഐ ലവ്ഡ് ഇറ്റ് വെരി മച്ച്. വിരോധമില്ലെങ്കിൽ എനിക്ക് തന്നെ നമ്പറൊന്നും തരാമോ? എനിക്ക് ഫോണില്ല. ഉണ്ടെങ്കിൽ തന്നെ മൊബൈൽ നമ്പർ തരാൻ ഉദ്ദേശിക്കുന്നില്ല. താൻ എന്തിനാണ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഞാൻ എവിടെ പോയാലും താൻ അവിടെ ഉണ്ടല്ലോ. തനിക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഐ ആം ഏഞ്ചൽ. ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യു. കുറച്ചല്ല, ഒരുപാട് നാളെ ഞാൻ തൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. താൻ പാടുമ്പോൾ തൻ്റെ കണ്ണിലാ തിളക്കം എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. ദാറ്റ്സ് വൈ ഐ ആം ചേസിങ് യു. ഐ തോട്ട് ഐ എം ഇൻ ലവ് വിത്ത് യു, മാഡ്ലി ലവ് വിത്ത് യു. വിൽ യു പ്ലീസ് സ്റ്റോപ്പ് ദിസ്? എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. തനിക്ക് ആൾ മാറി. എനിക്കിതൊന്നും സമയമില്ല. സോ പ്ലീസ് ലീവ് മീ അലോൺ ആൻഡ് സെറ്റ് സമ്മൺ അദർ. ഇനി എൻ്റെ പുറകെ നടക്കരുത്. നിങ്ങൾ എന്നെ വല്ലാണ്ട് അസ്വസ്ഥനാക്കുന്നുണ്ട്. സോ വൺസ് അഗെയിൻ ഐ ബെഗ് യു, പ്ലീസ് ലീവ് മീ അലോൺ. ആദ്യം തന്നെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തു. പിന്നെ എപ്പോഴും കാണാൻ തോന്നി. പിന്നീട് എപ്പോഴോ ഐ ഓൾറെഡി ടോൾഡ് യു, എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഇനി എൻ്റെ പുറകെ നടക്കരുത്. സോ വൺസ് അഗൈൻ പ്ലീസ് ലീവ് മീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് മീ. ബട്ട് എനിക്കിഷ്ടാ, ഒരുപാട് ഇഷ്ടാ. ജോൺ, ഇതാ എൻ്റെ വീട്. വാ, കയറിയിട്ട് പോവാം. ഇല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പിന്നെ ഒരിക്കലാവാം. അമ്മേ, ഇത് ജോൺ. ഞാൻ പറയാറില്ലേ. ഹായ് ജോൺ, വാ. എന്താ പുറത്തേക്കണേ? കയറിയിട്ട് പോവാം. ഇല്ല, ഞാൻ കുറച്ച് ബിസിയായി. അതൊന്നും പറ്റില്ല, ആദ്യമായിട്ട് വരികയല്ലേ. ചായ കുടിച്ചിട്ട് പോവാം. കയറിയിട്ട് പോവാം. ഇല്ല, എനിക്കിവിടെ എല്ലാ സാറ്റർഡേയും മ്യൂസിക് ക്ലാസ് ഉണ്ട്. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ കയറാം. ഉവ്വ, ഇത് എൻ്റെ വീടാന്ന് പറഞ്ഞാൽ ഈ വഴിക്ക് പോലും വരൂല. ചിലപ്പോൾ ക്ലാസ് തന്നെ വേണ്ടാന്ന് വെക്കും. വാ, കയറിയിട്ട് പോവാം. ഏയ് വാ, ചായ കുടിച്ചിട്ട് പോവാം. ഓക്കെ, വാ, കയറി വാ. ഇവിടെ ഇരിക്കട്ടാ. ഡാഡി, ഇതാ ജോൺ. ഞാൻ പറയാറില്ലേ. ഒന്ന് പൊടി. എനിക്കറിയില്ലേ, നീ എനിക്ക് ഫോട്ടോ കാണിച്ചെന്നുള്ളല്ലേ. എനിക്ക് ഒന്ന് വർക്ക്ഷോപ്പിൽ പോകണം. വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കാണ്. നീ വരില്ലേ? ഇരിക്കട്ടോ. പിന്നെ പാട്ട് നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, കാണാം. ഓക്കെ, കാണാം. എന്താ രണ്ടുപേരും മിണ്ടാതിരിക്കണേ? ഇതാ ചായ.
താങ്ക് യു. ഇവള് എപ്പോഴും നിന്നെക്കുറിച്ച് പറയാറുണ്ട്, നിന്റെ പാട്ട് കേൾപ്പിക്കാറുണ്ട്. പിന്നെന്താ, ഒന്നേ ഉള്ളൂ എന്ന് ഓർത്ത് കൊഞ്ചിച്ചിനെ അളച്ചും വളർത്തിയതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്നാൽ ഇറങ്ങട്ടെ, എനിക്ക് പോയിട്ട് 1-2 പ്രോഗ്രാംസ് ഉണ്ട്. ശരി മോനെ, ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ. ആ ഓക്കെ ഓക്കെ ശരി. ഹലോ ജോൺ, ഞാൻ ഏഞ്ചലിൻ്റെ ഡാഡിയാണ്. ഡു യു റിമെമ്പർ? യെസ് ഐ നോ. ക്യാൻ ഐ ആസ്ക് യു സംതിങ്? യെസ് പറയൂ. ഇറ്റ്സ് അബൌട്ട് ഏഞ്ചൽ. അവൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അതിനുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ളതാണല്ലോ. യെസ് ഐ നോ. അവൾ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. അവൾ ആഗ്രഹിച്ചെല്ലാം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. പണ്ടേ ഞാൻ അവൾക്ക് കൊടുത്തൊരു വാക്കാണ്, അവൾക്ക് ആരെ വേണമെങ്കിലും മാരി ചെയ്യാം. അവൻ്റെ നിറമോ ഗുണമോ സമ്പത്തോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ അവളിഷ്ടപ്പെടുന്ന ഒരാളായിരിക്കുന്നു മാത്രം. ലൈഫിൽ ആദ്യമായിട്ടാണ് അവളൊരു കാര്യം എന്നോട് ആവശ്യപ്പെടുന്നത്. അത് ജോണിനെയാണ്. വാട്ട് ഡു തിങ്ക് ജോൺ? അവൾ നിങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെടുന്നു. യെസ് ഐ നോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ ആരാണ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ മകൾ കണ്ടുള്ള പരിചയം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഞാൻ എന്തിനാണ് ഒറ്റയ്ക്ക് നടക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇല്ലല്ലോ. എനിക്ക് വേറെ അഫയർ ഉണ്ടെങ്കിലോ? അത് നിങ്ങൾ ചോദിച്ചോ? ഇല്ലല്ലോ. ശരിയാണ് ജോൺ നിങ്ങൾ പറയുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ എന്ത് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ ലക്ഷ്യം അവളുടെ സന്തോഷമാണ്. അവൾ കണ്ടുപിടിക്കുന്നയാൾ എന്തുകൊണ്ടും മികച്ചായിരിക്കുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. സാർ, നമുക്ക് ഈ ടോക്ക് ഇവിടെ വെച്ച് നിർത്താം. അതാ നല്ലത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഞാൻ അതിലേക്കുള്ള യാത്രയിലാണ്. എനിക്ക് സെറ്റിൽഡ് ആവാൻ താല്പര്യമില്ല. പിന്നെ നിങ്ങളെ ക്യാഷ് കണ്ട് വരുന്നവരുണ്ടാവും, എന്നെ അതിൽ കൂട്ടരുത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോളുടെ ഇഷ്ടം. അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. കുഞ്ഞുനാളോട്ട് ഞാൻ അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. ജോൺ അവൾക്ക് നല്ലൊരു പാർട്ണറാകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അവളെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഷീ ഈസ് എൻ അഡോപ്റ്റഡ് ഡോട്ടർ. വാട്ട്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങൾക്കൊരു മക്കളില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ഓർഫനേജിൽ നിന്നും ഒരു കുഞ്ഞിനെ ദത്തെടുക്കുകയായിരുന്നു. ആ സത്യം അവൾക്ക് ഇന്നും അറിയില്ല. അവളറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹവുമില്ല. എന്തെങ്കിലും ഒരിക്കലും അറിയുകയാണെങ്കിൽ അവൾക്ക് ആരുമില്ലാതെ തോന്നൽ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ജോണുമായി സംസാരിച്ചത്. അതിനു മുമ്പ് ജോണിനെ അവൾക്ക് എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഐ ആം സോറി സാർ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതൊരു പാട്ടുകാരനാകണമെന്നുള്ളതല്ല. അതിൽ ഒരുപാട് വലുത് എൻ്റെ ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്. അതാരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇറ്റ്സ് ഓക്കെ ജോൺ. എന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തട്ടെ. ബിക്കോസ് യു ആർ സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഐ ആം സോറി മോളെ. ഡോണ്ട് ബി സാഡ്. അവനെ നിനക്ക് തരാൻ എനിക്ക് സാധിച്ചില്ല. ഇറ്റ്സ് ഓക്കെ ഡാഡി. ഹായ് ഏഞ്ചൽ. ഷാളായി. ഓ ഷുവർ. ഇന്ന് നേരത്തെ എത്തിയോ? സത്യത്തിൽ ഞാൻ തന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഉം. എനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. താൻ വളരെ നല്ല കുട്ടിയാണ്. തനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും എനിക്കറിയാം. ആക്ച്വലി എനിക്ക് എൻ്റെ ക്യാരക്ടറും ഇഷ്ടമാണ്. ബട്ട് എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. ഏഞ്ചൽ, എനിക്ക് പേടിയാണ്. ഞാൻ സ്നേഹിച്ചവരെല്ലാവരും എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഈ മനസ്സും ശരീരവും മറ്റൊരാൾക്ക് കൊടുത്തവനാണ് ഞാൻ. അവളായിരുന്നു എൻ്റെ പ്രണയം.
അവളായിരുന്നു എൻ്റെ സ്വരം. ശ്രുതി, അതായിരുന്നു അവളുടെ പേര്. മധുചന്ദ്രലേഖ പോലെ ഹൃദയത്തിൽ വന്നതാര, ജീവന്റെ ജീവൻ പോലെ കുറുകുന്ന പിറാവേ. മധുചന്ദ്രലേഖ പോലെ ഹൃദയത്തിൽ വന്നതാര, ജീവന്റെ ജീവൻ പോലെ കുറുകുന്ന പിറാവേ. ആ കുട്ടി ഇപ്പോൾ എവിടെയാ? അറിയില്ല. അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് എന്തെങ്കിലും ഒരിക്കൽ ഞാൻ അവളെ കണ്ടെത്തും, അതെനിക്ക് ഉറപ്പുണ്ട്. കൂടെ പഠിച്ചതാണോ? അല്ല, ഏതോ ഒരു സംഗീത രാവിൽ എപ്പോഴും വെച്ച് ഞാൻ അവളെ കണ്ടു. എൻ്റെ സംഗീത രാവുകളിൽ കുളിർമയേകാൻ എന്നും അവളുണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴികളിൽ അവൾ കൂടെ ഉണ്ടായിരുന്നു. എന്നെ കാണുന്ന ആൾക്കൂട്ടത്തിനിടയിൽ ആ കണ്ണുകൾ എന്നെ തിരയുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു. അങ്ങനെ ആ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ജോൺ. ഹായ്, ശ്രുതി. ഹലോ. തൻ്റെ പ്രോഗ്രാംസൊക്കെ നന്നായിരുന്നു കേട്ടോ. തൻ്റെ എല്ലാ പ്രോഗ്രാംസും ഞാൻ കാണാറുണ്ട്. കുറേ നാളെ വിചാരിക്കുന്നു തന്നെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. ഇപ്പോഴാണ് അതിനെ സാധിച്ചേ. ഒരു കാര്യം പറയട്ടെ, യുവർ വോയിസ് സോ ഗുഡ്, എസ്പെഷ്യലി ദാറ്റ് ലാസ്റ്റ് സോങ്. ഐ ലവ്ഡ് ഇറ്റ് വെരി മച്ച്. താങ്ക് യു. ഞാൻ കാണാറുണ്ട് താൻ ആൾക്കൂട്ടത്തിനിടെ എന്നെ നോക്കിയിരിക്കുന്നത്. എന്നിട്ട് താനെന്താ ഇതുവരേക്ക് എൻ്റെ അടുത്ത് വരാഞ്ഞേ? താൻ എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓഹോ, നാളെ കഫേയിലാണ് പ്രോഗ്രാം, അവിടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. യെസ്. എനിക്ക് വേണ്ടി താൻ നാളെ ആ സോങ് പാടുമെന്ന് ഞാനും വിശ്വസിച്ചോട്ടെ. ഷുവർ. ഒന്നു മിണ്ടാൻ വയ്യാതെ, ഒന്നു നോക്കാൻ കഴിയാതെ, കടക്കണ്ണ കൊണ്ടു നീ കവിതകൾ കരളിൽ എഴുതിയോ. മധുചന്ദ്രലേഖ പോലെ ഹൃദയത്തിൽ വന്നതാര, ജീവന്റെ ജീവൻ പോലെ കുറുകുന്ന പിറാവേ. കനവുകൾ കാണും രാവിൽ ചാരത്തു വന്നു നിൽക്കേ, തൊട്ടൊന്നു നോക്കും നേരം ദൂരത്തു മാഞ്ഞുവോ. കനവുകൾ കാണും രാവിൻ ചാരത്തു വന്നു നിൽക്കേ, തൊട്ടൊന്നു നോക്കും നേരം ദൂരത്തു മാഞ്ഞു. ഒന്നു ഓർക്കാൻ വയ്യാതെ, ഒന്നു ചേരാൻ കഴിയാതെ, നിന്റെ മന്ദഹാസം എന്നിൽ കുളിർ മഴയായി നിറഞ്ഞു. എനിക്ക് നിന്നെ പിരിയാൻ വയ്യ ജോൺ. എപ്പോഴും ഇങ്ങനെ കൂടെ ഇരിക്കാൻ തോന്നുക. അച്ഛനെന്തൊക്കെയോ സംശയമുണ്ട്. നമ്മുടെ ബൈക്കിൽ പോണത് അച്ഛൻ കണ്ടു. എന്നിട്ട് നീ എന്താ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് നിന്നെ വേണം ജോൺ. എന്തൊക്കെയായാലും എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മലർ മഞ്ഞു തുള്ളി പോലെ മിഴികൾ നിറഞ്ഞുവോ, പരിഭവം കേൾക്കും നേരം കാറ്റൊന്നു തേങ്ങിയോ. ഒന്നു മിണ്ടാൻ വയ്യാതെ, ഒന്നു നോക്കാൻ കഴിയാതെ,
കൊണ്ടു നീ കവിതകൾ കരളിൽ എഴുതിയോ ശ്രുതി, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവന്റെ കൂടെ കൊണ്ടുപോരുന്നു. വാടിവിടെ. പിന്നീട് ഒരിക്കലും അവളെ കണ്ടില്ലേ? ഇല്ല, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അന്ന് തന്നെ അവിടുന്ന് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു? അല്ല, അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും പാട്ടുകൾ പാടുന്നത്. ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ എൻ്റെ പാട്ടിന് കാത്തോർത്തിരിക്കുന്ന എൻ്റെ ശ്രുതിയെ കണ്ടുമുട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തും ഗിത്താർ എടുക്കുമ്പോൾ എനിക്ക് അവളെൻ്റെ കൂടെ ഉള്ളൊരു ഫീലാണ്. ആൾക്കൂട്ടത്തിനിടയിൽ എന്നെ നോക്കിക്കുന്ന തന്നെ കണ്ടപ്പോൾ എനിക്ക് അവളെയാണ് ഓർമ്മ വന്നത്. അവളിനി വരും തോന്നുന്നുണ്ടോ? വരും, എനിക്ക് ഉറപ്പുണ്ട്. ബട്ട് എനിക്ക് ഉറപ്പില്ല. അഥവാ അവൾ വരികയാണെങ്കിലും ജോണിൻ്റെ ആകാൻ ഒരു ചാൻസും ഇല്ല. ഏയ്, എനിക്ക് പകരം മറ്റൊരാൾ, അതവൾക്ക് കഴിയില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെ. അവളുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ വേറെ കല്യാണം കഴിച്ചെങ്കിലോ? പെണ്ണല്ലേ, ഏയ് എല്ലാം പെട്ടെന്ന് മറക്കും. ഏയ് അങ്ങനെയാവോ? മേ ബി. അങ്ങനെയാണെങ്കിൽ അവൾ മറ്റൊരാളുടെ ആയെന്ന് ഞാൻ അറിയുന്ന നിമിഷം വരെ ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കും. ജോൺ കാത്തിരിക്കുന്ന പോലെ അവളും കാത്തിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇനി അവൾ മടങ്ങി വന്നില്ലെങ്കിൽ, അഥവാ മറ്റൊരുത്തൻ്റെ ആയെങ്കിൽ, ആ നിമിഷം മുതൽ ഞാനും കാത്തിരുന്നോട്ടെ ജോണിന് വേണ്ടി. ഞാൻ പോക്കോട്ടെ, പിന്നെ കാണാം. ഒന്നു മിണ്ടാൻ വയ്യാതെ, ഒന്നു നോക്കാൻ കഴിയാതെ, കടക്കണ്ണു കൊണ്ടു നീ കവിതകൾ കരളിൽ എഴുതിയോ? മധുചന്ദ്രലേഖ പോലെ ഹൃദയത്തിൽ വന്നതാര്, ജീവന്റെ ജീവൻ പോലെ കുറുകുന്ന വെൺപിറാവ്. കനവുകൾ കാണും രാവിൻ ചാരത്തു വന്നു നിൽക്കേ, തൊട്ടൊന്നു നോക്കും നേരം ദൂരത്തു മാഞ്ഞുവോ? കനവുകൾ കാണും രാവിൻ ചാരത്തു വന്നു നിൽക്കേ, തൊട്ടൊന്നു നോക്കും നേരം ദൂരത്തു മാഞ്ഞുവോ? ഒന്നു ഓർക്കാൻ വയ്യാതെ, ഒന്നു ചേരാൻ കഴിയാതെ, നിന്റെ മന്ദഹാസം കുളിർ മഴയായി നിറഞ്ഞു. മധുചന്ദ്രലേഖ പോലെ ഹൃദയത്തിൽ വന്നതാര്, ജീവന്റെ ജീവൻ പോലെ കുറുകുന്ന വെൺപിറാവ്. അടുത്തതായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സോങ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആലപിക്കുന്നു. അനുരാഗിനി എൻ്റെ അകതാരിലോരും
പ്രണയമായി മെല്ലെ വന്നെടുത്തു. നിറമായി നീ തന്ന സ്വപ്നങ്ങളെല്ലാം മയിൽപ്പീലി മോഹമായി ചേർത്തു വച്ചു. മിഴി തേടുമോർമതൻ തീരങ്ങൾക്കപ്പുറം തിരയായി തിരയുമെന്നാത്മരാഗം. നീ എൻ്റെ ഓമൽ നിലാവ്, നീറുമി നെഞ്ചിലെ നോവ്, നീയെന്നും പൊൻകരൾ പൂവ്, നോവിലും പോവിടും കിനാവ്, നോവിലും പോവിടും കിനാവ്. ശ്രുതി, എവിടെയായിരുന്നു നീ ഇതുവരെ? എവിടെയെല്ലാം നിന്നെ അന്വേഷിച്ചു. ഒടുവിൽ നീ വന്നല്ലോ. ഏഞ്ചൽ, ഞാൻ പറഞ്ഞില്ലേ ശ്രുതി എന്നെ തേടി വരുമെന്ന്. ശ്രുതി, എന്താ നീ ഒന്നും മിണ്ടാത്തെ? ശ്രുതി, വാ പോവാം. ചേട്ടാ, ഇത് ജോൺ, എൻ്റെ ഫ്രണ്ടാ. ഹായ് ജോൺ. ആ, ഇവളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ജോണിനെ പറ്റി. ചേട്ടാ, ഒരു 10 മിനിറ്റ് ഞാൻ പോരാ. ഓക്കെ, ശരി. ശരി. പ്രതീക്ഷിച്ചില്ലൊട്ടും അതും ഇങ്ങനെ കാണും. നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് പകരം മറ്റൊരാളെ നിനക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നീ ഹാപ്പിയല്ലേ? എനിക്കത് മതി. പിന്നെ എന്താ നിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്? എവിടെയായിരുന്നു നീ ഇതുവരെ? അന്ന് രാത്രി ഞങ്ങൾ ഇവിടുന്ന് പോയി ചെന്നൈക്ക്, എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക്. നിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, കഴിഞ്ഞില്ല. 2 ആഴ്ച മുന്നേ ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. അച്ഛനെനിക്ക് വേറെ കല്യാണമൊക്കെ ആലോചിച്ചു. ഞാൻ സമ്മതിച്ചില്ല. അവസാനം സൂസൈഡ് അറ്റംപ്റ്റ് വരെ ചെയ്തു. അങ്ങനെ കല്യാണം മുടങ്ങി. ഇപ്പോൾ കണ്ടത് എൻ്റെ അമ്മാവൻ്റെ മോനാ. 1 മാസം മുന്നേ അവൻ്റെ കല്യാണം കഴിഞ്ഞു. ഭാര്യ പുറത്ത് കാറിലുണ്ട്. അപ്പോൾ നീ നിനക്ക് പകരം മറ്റൊരാൾ, അതിനെനിക്ക് പറ്റില്ല ജോൺ. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നത് അല്ല, ഞാൻ ജീവിച്ചത് തന്നെ. ഞാൻ കരുതി നിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന്. അതിന് ശ്രുതി, നീ എൻ്റെ പ്രണയമായിരുന്നില്ലല്ലോ, നീ എൻ്റെ ജീവനല്ലായിരുന്നു. അതിന് പകരം നാട്ടിൽ വന്ന് അന്ന് തന്നെ നിന്നെ അന്വേഷിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഏഞ്ചൽ എൻ്റെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് നിന്നെ തന്നത് അവളാ. ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതും അവളാ. നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷം കൊടുക്കുമ്പോഴാണ് നമ്മളവരെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ജോണിൻ്റെ മോഹം ശ്രുതിയായിരുന്നു. അത് തരാൻ എനിക്ക് കഴിഞ്ഞു. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ? എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ്. എന്തായാലും ജോൺ ശ്രുതിയെ സ്നേഹിക്കുന്നേക്കാൾ ഞാൻ ജോണിനെ സ്നേഹിക്കുന്നുണ്ട്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഇനി മുതൽ ജോണിൻ്റെ പ്രോഗ്രാമുകളിൽ ഞാനും ഉണ്ടാവും, വെറും ഒരു കാഴ്ചക്കാരി മാത്രം. ഗുഡ് ലക്ക് ഗൈസ്. ഞാൻ ഓക്കെ ഡാഡി.
മധുചന്ദ്രലേഖ പോലെ ഹൃദയത്തിൽ വന്നതാരെ ജീവന്റെ ജീവൻ പോലെ കുറുകുന്ന വെൺപിറാവ് മധുചന്ദ്രലേഖ പോലെ ഹൃദയത്തിൽ വന്നതാരെ ജീവന്റെ ജീവൻ പോലെ കുറുകുന്ന വെൺപിറാവ്